പല വ്യക്തികളുടെയും ജീവിത ചരിത്രമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അധികാരമുള്ളവന്റെ PR വർക്കാണ് ബേസിക്കലി ചരിത്രം. ഡെയിഫിക്കേഷൻ എന്ന് പറയും. ദയവായിട്ട് തന്നെ അങ്ങ് വാഴും. ക്രിസിസ് വരുന്ന സമയത്ത് ബാക്കപ്പ് ആയിരുന്നിട്ട് സ്ത്രീകൾ ട്രാൻസ്ജെൻഡേഴ്സ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. ഈ ചരിത്രത്തിൽ ഒത്തിരി ആക്ച്വലി ഈ ഹോമോസെക്ഷൽ സ്റ്റോറീസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. മനുഷ്യ സ്ത്രീകളാണ് ഏറ്റവും വേദന അനുഭവിച്ച് പ്രസവിക്കുന്നത്. ഡീജനറലൈസ് ചെയ്യുവാണെങ്കിൽ ഹോമോസേപ്പിയൻസ് എവിടെയായിരുന്നു ആൻഡ് ദി അതർ സ്പീഷീസ് എവിടെയായിരുന്നു? ഒരു നിയാൻഡർതൽമാൻ ഭയങ്കര പവർഫുൾ ആണല്ലോ. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജീൻ എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കുറേ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വരുവാണ്. ഒരു കുട്ടി ഉണ്ടായ ആണാണോ പെണ്ണാണോ എന്ന് ഇരിക്കും. അന്നേരമത്തേനും ഗൂഗിളാണോ മെറ്റിയാണോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും. സൗഹൃദങ്ങളുടെ കഥകളും ഉണ്ടാവുമല്ലോ. യെസ് യെസ് യെസ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ നല്ല കൊള്ളാവുന്ന നല്ല സൗഹൃദങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പുകളാണ് ആക്ച്വലി ഇതിനകത്തുണ്ടല്ലോ. കൊള്ളാവുന്ന രാജാക്കന്മാരെല്ലാം, ശക്തരായ രാജാക്കന്മാർക്കെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു സർക്കിൾ ഉണ്ടാവും അവർക്ക്. ആ സർക്കിളാണ് ആക്ച്വലി എന്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഈ പറയുന്ന രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു രാജാവിനെ ഒറ്റയ്ക്ക് ഭരിക്കുക എന്ന് പറയുന്ന നടപടിയുള്ള കാര്യമല്ല. ഒരു എംബർ ഹി നീഡ് സർക്കിൾ. ആ സർക്കിളിൽ നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ബീർബലിൻ്റെ കാര്യം, അക്ബറിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട്. അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വേറെയുണ്ട്. ഇപ്പോൾ ഹെൻറി എട്ടാമനും അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ വിട്ടുപോയി. ഇവർ തമ്മിലുള്ളൊരു സൗഹൃദം ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് തൂക്കി കൊന്നു കളഞ്ഞു, അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ പോലും ഇതൊരു സൗഹൃദങ്ങൾ ആക്ച്വലി പല സമയങ്ങളിൽ അതല്ല, അത് സർക്കംസ്റ്റാൻസസ് ചേഞ്ചസ്. ഓക്കെ, ചിലപ്പോൾ പോയിസൺ ചെയ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഹെൻറി എട്ടാമൻ്റെ കാര്യത്തിൽ തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു, പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഞാനല്ല പേരെ പെട്ടെന്ന് ഓർത്ത് ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. നല്ല സുഹൃത്തുക്കളുണ്ട്, അപ്പം സംഭവിക്കുന്നതാണ് അങ്ങനെ. സോ അതും അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ അകത്ത് എന്നാ സൗഹൃദങ്ങളും സ്നേഹം തന്നെയാണ്. സൗഹൃദം സ്നേഹമുണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഹിസ്റ്ററി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്തിൽ എന്താ പറയുക, ഏതെങ്കിലും രണ്ട് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും റാൻഡം രണ്ട് വ്യക്തികൾ ഇവർ രണ്ടുപേരും കൂടെ പ്രണയിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവർ രണ്ടും ഒന്നിച്ചായിരുന്നെങ്കിൽ, പല സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പോലത്തെ ഒരു ഇതുണ്ടല്ലോ, ഇവർ ഒന്നിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്. സോ അതുപോലെ ഹിസ്റ്ററി നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു തോന്നലുണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ അത് ഒന്നിക്കാൻ പറ്റിയില്ലല്ലോ എന്ന തരത്തിലുള്ള അങ്ങനെയുള്ള കഥകൾ. ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ പറയാം. അതായത് ലൈക്ക് ഒരു സംഭവം നടക്കുന്നത് ഇതിങ്ങനെയല്ലായിരുന്നു എങ്കിൽ എങ്ങനെ സംഭവിച്ചേനെ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ അക്ബർ രാജാവുണ്ട്. ഓക്കെ, മിഡീവൽ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ രാജാവ്. 1556 അധികാരത്തിലേക്ക് വരുന്നു. അക്ബർ രാജാവിൻ്റെ അതേ സമയത്ത് തന്നെ, ഓൾമോസ്റ്റ് അതേ സമയത്ത് തന്നെ കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന മറ്റൊരു രാജ്ഞിയാണ് എലിസബത്ത് ഫസ്റ്റ്, ക്വീൻ എലിസബത്ത് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവർ ഒരേ സമയത്ത് രണ്ടിടത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് എപ്പോഴും രസമായിട്ട് തോന്നിയത് ഇവർ രണ്ടുപേരും ഭയങ്കര സിമിലാരിറ്റീസ് ഉള്ള ആൾക്കാരാണ്. ഒത്തിരി കാര്യത്തിൽ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ കണ്ടുമുട്ടിയായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവിൽ വെച്ച് അല്ലെങ്കിൽ ഒരു സമ്മിറ്റിലൊക്കെ വെച്ച് കണ്ടുമുട്ടിയായിരുന്നെങ്കിൽ, ഓക്കെ, ചെറിയ നമ്പറൊക്കെ ഇറക്കി നോക്കിയേനെ, അക്ബർ ചെറിയ നമ്പറൊക്കെ ഇറക്കി നോക്കിയേനെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, അത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഓക്കെ, അക്ബർ ഇവിടെ ഭയങ്കര വലിയ കോൺഫ്ലിക്റ്റിലായിരുന്നു. അറിയാലോ, ഇവിടെ ഓൾറെഡി പ്രശ്നങ്ങളാണ്. അപ്പം നമുക്കറിയാം പല മതങ്ങൾ, ഹിന്ദുയിസം ഉണ്ട്, ഇസ്ലാം ഉണ്ട്, അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി, പോർച്ചുഗീസുകാർ ഓൾറെഡി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പല മതങ്ങൾ വന്നിട്ട് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ, അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ. അവരുടെ ഒരു ടൈം പീരീഡും നമുക്കൊന്ന് മെൻഷൻ ചെയ്തു പോകാം. 16th സെഞ്ചുറി. ഓക്കെ, 16th സെഞ്ചുറിയിലാണ് വരുന്നത്. അപ്പം ആ സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ ഇവരെല്ലാം ഡീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അക്ബറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവസാനം സത്യം അറിയാൻ വേണ്ടി അദ്ദേഹം ഇവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി ഇത് സഭ വരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇവരെന്താണ് പറയുന്നത്, ഇതിൽ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പോർച്ചുഗീസ് ഇവിടെ ഗോവയിലുണ്ടായിരുന്നു, പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അച്ഛന്മാരെയൊക്കെ വിളിച്ച് അങ്ങനെ എല്ലാ ലീഡേഴ്സിനും, എല്ലാ റിലീജിയസ് ലീഡേഴ്സിനെയൊക്കെ വിളിച്ച് പുള്ളിൻ്റെ അകത്ത് സത്യം അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എലിസബത്ത് രാജ്ഞിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ വിഷയം നടക്കുമായിരുന്നു. ഓക്കെ, അതിന് തൊട്ടു മുമ്പാണ് മേരി എന്ന് പറയുന്ന ആളുടെ ചേച്ചി, ഓക്കെ, ആളുടെ ചേച്ചി ഭരിച്ചിട്ട് ഇറങ്ങുന്നത്. പുള്ളിക്കാരനെ വിളിക്കുന്നത് ബ്ലഡി മേരി എന്നാണ്. ഓക്കെ, കാരണം 100 ആൾക്കാരെ കൊന്നുകളഞ്ഞ ആളാണ്, മറ്റേ പ്രൊട്ടസ്റ്റൻസ് കൊന്നുകളഞ്ഞ ആളായതുകൊണ്ട് ബ്ലഡി മേരി എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ആൾ അധികാരത്തിലേക്ക് കയറുമ്പോഴത്തേനും ഈ രാജ്ഞി ആരുടെ കൂടെ നിൽക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോയ ആൾക്കാരാണ്. അപ്പം ഐ ഓൾവേസ് ഇമാജിൻ ദാറ്റ് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ അകത്ത് ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. അവിടെ അക്ബർ തിരിച്ച് രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ, ഇവിടെ ഒരു 8-10 ഉണ്ട്, ഇതിനെല്ലാം കൊണ്ടു നടക്കുന്ന എന്നോടാണോ ചോദിക്കുന്നത് എന്നുള്ളൊരു സാധനം അവർ വന്നേക്കാം. അതുപോലെ തന്നെ
അവർ രണ്ടുപേരും അവരുടെ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആൾക്കാരാണ്. ഓക്കെ, അക്ബർ മൻസബ്ദാരി കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എംപയർ ശക്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്ത ആളാണ് അക്ബർ. അതേപോലെ തന്നെ ഇന്നല്ല നമ്മുടെ കൊളോണിയൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് മുഴുവൻ സെറ്റ് ചെയ്തെടുത്തത് ആരായിരുന്നു? നമ്മുടെ ക്വീൻ എലിസബത്ത് ആയിരുന്നു. അപ്പം ആ കാര്യത്തിൽ അവർ ഭയങ്കര പവർഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ക്വീൻ എലിസബത്ത് കല്യാണം കഴിച്ചിട്ടില്ല. ഷീസ് കോൾഡ് ആസ് എ വിർജിൻ ക്വീൻ. ഓക്കെ, അക്ബർ കുറേ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ആ സീൻ ലൈക്ക് മറ്റേ കല്യാണരാമൻ്റെ അകത്ത് ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ എന്നാ ചുണ്ണാമുണ്ട് അപ്പം ഞാൻ മുറുക്കാറില്ല എന്നാൽ ഞാനും നിർത്തി. അതുപോലെ അക്ബർ ഇസ് ലൈക്ക് എന്നാൽ ഞാനും നിർത്തി. അപ്പം അതൊരു രസകരമായിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടുപേരും എന്നുവെച്ചാൽ ആ രാജ്യത്തെ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആൾക്കാരാണ്. ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ നേവിനെ ശക്തിപ്പെടുത്തിയെടുത്തത് ക്വീൻ എലിസബത്ത് ആയിരുന്നു. പിന്നെ എലിസബത്ത് ആയിരുന്നു ഫ്രാൻസ് ഡ്രേക്കിനൊക്കെ വെച്ച് അവരുടെ നേവിനെ ശക്തിപ്പെടുത്തിയെടുത്തത്. മുഗൾ ഡൈനാസ്റ്റിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും കൊള്ളാവുന്ന ഒരു നേവി ഇല്ലെന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും വെച്ച് അത് നിങ്ങളിങ്ങനെ നടന്നാൽ പോലെ ഒരു നേവിയൊക്കെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അക്ബറിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രണയകഥ ഉണ്ട് താനും. അക്ബറിനുണ്ട്. അക്ബറിൻ്റെ കഥകളുണ്ട്. നമ്മൾ ഓൾറെഡി സിനിമയിലൊക്കെ കാണുന്ന ജോധാബായി കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതിലും രസമായിട്ട് തോന്നിയ വേറൊരു കഥയുണ്ട്. ഈ സലീമ ബീഗം എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയുണ്ട്. ഇത് ആക്ച്വലി എങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അക്ബറിൻ്റെ ഒരു ബൈറം ഖാൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ബൈറം ഖാൻ വാസ് അക്ബറിന്റെ പ്രൊട്ടക്ടർ പോലെ ഇന്ന ആളാണ്. കാരണം അക്ബർ അധികാരത്തിൽ വരുമ്പോൾ ചെറിയ പ്രായമേ ഉള്ളൂ, കൊച്ചു പയ്യനാണ്. അപ്പം ആദ്യത്തെ 15 ആക്ച്വലി 14 അങ്ങനെ ആണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം ആള് അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ നമ്മുടെ ബാറ്റിൽ ഓഫ് ബാറ്റിൽസ് എല്ലാം ബാറ്റിൽ ഓഫ് പാനിപ്പട്ടും കാര്യങ്ങളെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് പോലും ബൈറം ഖാനാണ്. ഓക്കെ, ബൈറം ഖാൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാണ് അക്ബർ ഉണ്ടായിരുന്നത്. ബൈറം ഖാൻ ആരാന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പയില്ലേ, കട്ടപ്പയുടെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, ആ ഒരു മാമ എന്നുള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ ബൈറം ഖാൻ. ഓക്കെ, അപ്പോൾ ഈ ബൈറം ഖാന് ഹുമയൂൺ, അതായത് നമ്മുടെ അക്ബറിൻ്റെ ഫാദർ, ഓക്കെ, ഹുമയൂൺ ഒരു യുദ്ധം ജയിച്ചതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് അവരുടെ തന്നെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അക്ബർ രാജാവാകുന്നു. പിന്നീട് കാലങ്ങൾ മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇവർ തമ്മിൽ തെറ്റുന്നു. ബൈറം ഖാൻ അക്ബർ തമ്മിൽ തെറ്റുന്നു. ബൈറം ഖാനെ കുറച്ചുപേർ തെറ്റിദ്ധരിപ്പിച്ച് അക്ബറിനത് റിവോൾട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ അക്ബർ പയ്യെ മാമനെ വിളിച്ചിട്ട് പറയും, മാമ പയ്യെ പരിപാടി നിർത്തിക്കോ, മെക്കയിലേക്കൊക്കെ വല്ലതും പൊക്കോളാൻ പറയും. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യും, അവിടെ അഫ്ഗാനികൾ വന്ന് ബൈറം ഖാനെ കൊന്നുകളയും. ഓക്കെ, പണ്ടത്തെ പക അടക്കുമായിരുന്നു, അവർ കൊന്നുകളയും. അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാര്യ എന്ത് ചെയ്യും, വിധവയാവും, അത് ഒറ്റയ്ക്കാവും. പിന്നെ അതിനൊരു പ്രൊട്ടക്ഷൻ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആര് വരും? അക്ബർ വരും. ഓക്കെ, അക്ബർ വന്നിട്ട് എന്ത് ചെയ്യും, ആ പുള്ളിക്കാരനെ കോട്ടയിലേക്ക് കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരനെ കല്യാണം കഴിക്കും. ഓക്കെ, അപ്പം ഈ ബൈറം ഖാൻ മരിക്കുന്നതിന് മുമ്പ് അക്ബർ വാസ് ലൈക്ക് ബൈറം ഖാനെയും പുള്ളിക്കാരനെ കാണുമ്പോൾ മാമ മാമി. ഓക്കെ, ബൈറം ഖാൻ അങ്ങ് തീർന്നവരോടി മാമി ടോൺ തന്നെ മാറി. സോ ദേ മാരിഡ്. ആൻഡ് ആള് എഴുത്തുകാരിയൊക്കെ ആയിരുന്നു. അക്ബറിൻ്റെ ലൈബ്രറിയൊക്കെ ഏറ്റവും കൂടുതൽ അക്ബറിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊക്കെ പുള്ളിക്കാരിയാന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് വാസ് ഒത്തിരി പറയപ്പെടാത്തതാണ്. ചീഫ് കോൺസോർട്ട് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒത്തിരി പറയപ്പെടാത്തതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് പറയുമ്പോൾ ഈ ബൈറം ഖാൻ ആക്ച്വലി 56-57 വയസ്സുണ്ട്. അപ്പം എന്ന് കരുതി ഭാര്യ ഈ പറഞ്ഞ പോലെ നല്ല പ്രായമുള്ളവരെ തള്ളച്ചെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഈ പുള്ളിക്കാരിക്ക് 19 വയസ്സേ ഉള്ളൂ. അതായത് 50s എൻഡിൽ ഉള്ള ബൈറം ഖാനെ കല്യാണം കഴിക്കുന്നത് ഈ 19 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഓക്കെ, അപ്പം ചെറിയ പ്രായമുള്ളൂ. അപ്പോൾ വിചാരിക്കും എന്ത് ക്രൂരതയാണെന്ന് വിചാരിക്കുമല്ലോ ഇത്രയും പ്രായ വ്യത്യാസത്തിൽ. അങ്ങനെയൊന്നുമില്ല. ബൈറം ഖാൻ വാസ് വെരി പവർഫുൾ. ഓക്കെ, ആ കാലഘട്ടത്തിൽ ഇന്നില്ലേ ഷുഗർ ഡാഡീസ്, അപ്പം അന്നുണ്ടായിക്കൂടെ? അല്ല, ബട്ട് ദെൻ ആ ഒരു ടൈമിൽ പവർ ആയിരുന്നു ഏറ്റവും നീഡഡ് ആയിട്ടുള്ള ഒരു, അല്ലെ, പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം പവർ ഉള്ള ആളുകളെ കെട്ടുക എന്നുള്ളത്. അത് വേണം, അത് അല്ലാണ്ട് വേറെ വഴിയില്ല. എന്ന് ആലോചിക്കുക, ഒരു യുദ്ധത്തിൽ നമ്മൾ തോക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ പല ഇപ്പോഴും നമ്മൾ സദീനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ജോഹറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. നമ്മളൊരിക്കലും ചിന്തിക്കേണ്ട എന്തുകൊണ്ട് ഈ ജോഹർ എന്ന് നടന്നു എന്ന് എത്ര പേര് ഇതിൻ്റെ അകത്ത് ചാടി എന്നുള്ളതല്ല ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. ഓക്കെ, എന്തുകൊണ്ട് ഇവർ ചാടി എന്നുള്ളതാണ്. ഈ ചേട്ടന്മാരെല്ലാം കൂടെ ചുമ്മാ തീയിലേക്ക് എടുത്ത് ചാടത്തില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഒന്ന് ഈ പറഞ്ഞ പ്രൊട്ടക്ഷനാണ്. ഒരു യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ആ ജയിച്ച രാജാവിൻ്റെയും ആളുകളുടെയും അടിമകളാണ്. അങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ഇൻ ദ ഫയർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നിരുന്നാലും അതൊരു പ്രധാനപ്പെട്ട റീസണാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ ബൈറം ഖാൻ മരിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ വേറെ ആരും ഇല്ല, മനസ്സിലായി. അതിനേക്കാളും ഉപരി ഈ ബൈറം ഖാൻ അന്നത്തെ ഏറ്റവും പവർഫുൾ ആൾ, ഇഷ്ടംപോലെ ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഉപദ്രവിക്കാൻ നോക്കി നിൽക്കുക, മനസ്സിലായി. അങ്ങനെയൊക്കെ സമയത്ത് ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ഹി ക്യാൻ ഗീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്യാണം കഴിക്കുക എന്നുള്ളതാണ്, മനസ്സിലായി. കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അതായിരുന്നു അന്നത്തെ ഒരു ചരിത്രത്തിൻ്റെ ഒരു രസകരമായ കാര്യം. സോ അക്ബറിന്
കഥകളുണ്ട്. ആൻഡ് ഹീസ് എ വെരി ഗ്രേറ്റ് കിങ് കേട്ടോ. ഒത്തിരി അറിയാലോ നമുക്ക് മുഗൾ ഡൈനാസ്റ്റിനെ ആസച്ച് ഉണ്ടാക്കിയെടുത്ത്, ബാബറാണ് എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോഴും ആസച്ച് ഉണ്ടാക്കിയെടുത്ത് ദാറ്റ് വാസ് അക്ബർ. ഈ പ്രണയം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് അലയൻസിലേക്ക് പോകുന്ന ഒരു മേജർ ഒരു ഘട്ടമാണെന്ന് തന്നെ പറയാം നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ. അപ്പം ഈ അലയൻസിലോട്ട് പോകുന്നത് പലപ്പോഴും അതും ഒരു പാർട്ട് ഓഫ് പവർ ആയിരുന്നില്ലേ? ഫോർ പവർ ആയിരുന്നല്ലോ. അത്തരത്തിലുള്ള എന്താ പറയാ, അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഇവന്റ്സ് ഉണ്ട്. അത് ഈ ഷാജഹാന്റെ കാര്യത്തിൽ തന്നെ പറയാം ആക്ച്വലി. അതായത് ഷാജഹാൻ ആക്ച്വലി മുംതാസ് മഹൽ മാത്രമായിരുന്നില്ല ഭാര്യയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വേറെയും 2 ഭാര്യമാരുണ്ട്. പക്ഷെ അവർ കൂടുതലും ഇപ്പം പറഞ്ഞ പോലെ ഒരു അലയൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഓക്കെ, അതായത് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി, യുദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 2 പേരും തമ്മിലുള്ള സൗഹൃദം, 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇത് ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണ്ടായി വന്നതാണ്. അത് ഭയങ്കര ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ ഷാജഹാൻ്റെ കാര്യത്തിൽ. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ഷാജഹാൻ ആക്ച്വലി മുംതാസ് മഹലിനോടായിരുന്നു ഇഷ്ടം കൂടുതൽ. ബാക്കി 2 പേരും ഭാര്യമാരായിരുന്നു എന്നുള്ള കാരണം കൊണ്ടും അവരോടൊരു കടമയുള്ളത് കൊണ്ട് 2 കുട്ടികളായെന്നല്ലാണ്ട്, അല്ലെങ്കിൽ കുട്ടികളായെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കൊരു വലിയൊരു സ്നേഹം കാണിച്ചിരുന്നില്ല. സോ അലയൻസിന് വേണ്ടിയുള്ള കല്യാണം, അക്ബറിൻ്റെ കാര്യത്തിൽ അലയൻസിന് വേണ്ടി കല്യാണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ ഏൻഷ്യൻ ഇന്ത്യയുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാം. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യ അലയൻസിൻ്റെ വേണ്ടി കല്യാണം കഴിച്ചത്. അതുപോലെ തന്നെ ഗുപ്തൻ എംപയറിൽ നമുക്ക് കാണാം അലയൻസിന് വേണ്ടി ആദ്യമേ കല്യാണം കഴിച്ച ആദ്യത്തെ ചന്ദ്രഗുപ്ത ഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കോയിനിൽ തന്നെ ഭാര്യയുടെ അല്ലെങ്കിൽ ക്യൂവിൻ്റെ പടമുണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ അധികാരം ആള് വലിയൊരു ക്ഷത്രിയ ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ആളുടെ അധികാരം കാണിക്കാൻ വേണ്ടി അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരിയേറെ എക്സാമ്പിൾസ് നമുക്ക് അലയൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ കാണാൻ. ഈ പത്മാവത് ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണല്ലോ. സോ വാട്ട് അബൌട്ട് ആ ഒരു ഇവന്റ് നമ്മളൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, മെൻഷൻ ചെയ്യുകയാണെങ്കിൽ. അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എന്നാലും അതിൻ്റെ അകത്തെ രസകരമായ കാരണം മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറഞ്ഞ ആളുടെ വർക്കായിരുന്നു ബേസിക്കലി പത്മാവതിയായിട്ട് വന്നേക്കുന്നത്. അത് എന്തിനാ സിനിമ ഇറങ്ങിയ സമയത്ത് അത്രയും ബഹളം വെച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അവരത് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ വിളിപ്പിക്കാന്നല്ല, ലൈക്ക് അത് എത്രയോ മനോഹരമായി കാണിക്കുക അത്രയും അവർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു തരത്തിലും ഈ പറഞ്ഞ രാജ്പുത് കിങ്സിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവർ കാണിച്ചേക്കുന്നത്. പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ബഹളം തുടങ്ങി എന്തിനാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പത്മാവതി അതുപോലെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതായത് അലാവുദ്ദീൻ ഖിൽജി ഈ പറഞ്ഞ പോലെ യുദ്ധത്തിന് വേണ്ടി വരുന്നു. രാജ്പുത് കിങ്ഡമാണ് യുദ്ധത്തിന് വേണ്ടി വരുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹിസ്റ്റോറിക്കലി എത്രമാത്രം ശരിയാണ് എന്നുള്ളതിൻ്റെ അകത്ത് ഒത്തിരി തർക്കങ്ങളുണ്ട്. കാരണം വെച്ചാൽ മാലിക് മുഹമ്മദ് ജയ്സി പിന്നീടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് എഴുതുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫാക്ട് എന്തോരം ഉണ്ട്, എന്നാൽ കഥയിൽ പറഞ്ഞേക്കുന്ന എന്തോരമാണ്, ഇനി കഥയിൽ പറഞ്ഞേക്കുന്നത് തന്നെ കയ്യിൽ നിന്ന് എന്തോരം ഇട്ടതുണ്ട്, ഇതുപോലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളെല്ലാം ഡിബേറ്റബിൾ ആണ്. അപ്പം അതാണ് പത്മാവതിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസേൺ അതാണ്. ഓക്കെ, അവിടെയും ഈ പറഞ്ഞ പോലെ അലാവുദ്ദീൻ ഖിൽജി യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഷി ഹാഡ് നോ ദർ ഓപ്ഷൻ. ഓക്കെ, ജോഹറിലേക്ക് ചാടുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത് ഈ പലപ്പോഴും ഇതിനകത്തൊക്കെ നമ്മൾ ഈ ഇവൻറ്റിനേക്കാൾ ഉപരി അതിൻ്റെ നമ്മൾ എടുക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഓക്കെ, അതായത് നമ്മൾ വിചാരിക്കും രാജാവായിട്ടിരിക്കുമ്പോൾ എന്ത് സുഖമാണ്, രാജ്ഞിയായിട്ടിരിക്കുമ്പോൾ എന്ത് സുഖമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അധികാരം കയ്യിലിരിക്കുമ്പോൾ രാജാവും രാജ്ഞിയും അടിപൊളിയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു സമയത്ത് അധികാരം ഇവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് ആ പോകുന്ന മൊമെൻറ്റിൽ ഇവർ സാധാരണ ഒരു മനുഷ്യനോ ഒരു സാധാരണ ഒരു സ്ത്രീയോ പുരുഷനായിട്ട് മാറുമല്ല ചെയ്യുന്നത്, ഏറ്റവും വെറുക്കപ്പെട്ട ആൾക്കാരായിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ, അതായത് അധികാരം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ആളുകൾ ഇവരെ ഉപദ്രവിക്കാൻ, കാരണം പണ്ടൊക്കെ നീ വലിയ സംഭവമില്ലായിരുന്നു, ഇന്ന് കാണിച്ചു തരാം. നമുക്ക് റീസെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരുടെ വലിയ രോഷപ്രകടനം, അവരുടെ റെസിഡൻസ് ഒക്കെ കയറി അറ്റാക്ക് ചെയ്ത് അവരുടെ വസ്ത്രം വരെ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ യുദ്ധത്തിലൊക്കെ ഹുമയൂണൊക്കെ യുദ്ധത്തിൽ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. മനസ്സിലായി? കാരണം പലരും അവരെ സപ്പോർട്ട് ചെയ്യണം നിർബന്ധമില്ല. കാരണം മറ്റേ അടുത്ത് ഓൾറെഡി ഇപ്പോൾ കയറിയിരിക്കുന്ന രാജാവ്, അയാളുടെ ഇനി ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നു, അറ്റാക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പം അധികാരമുള്ളപ്പോൾ രസമാണ്. പക്ഷേ അധികാരത്തിലിരിക്കുന്നവർ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ അധികാരം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ സാധാരണ ലെവലിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും അടിയിലേക്കും പോകുന്നുള്ളതാണ്. മനസ്സിലായി? വർക്കപ്പെട്ടവരായിട്ട്. സോ ഇനി നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ലവ് അല്ലെങ്കിൽ പ്രണയം എന്നുള്ള ആ ടേംസ് നമുക്ക് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരാണ് വാലന്റൈൻ. ഡെഫിനറ്റ്ലി. സോ എന്താണ് ശരിക്കും വാട്ട് മേക്സ് ദാറ്റ് ദി പ്യുവർ വാലന്റൈൻ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോഴും ആഘോഷിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക ടൈമിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ അതിനെ പ്യുവർ ആക്കുന്നത് എന്ത് എലമെൻ്റ് ആയിരിക്കും? ഓക്കെ, സെയിൻറ്റ് വാലന്റൈൻ നമുക്കറിയാവുന്ന പോലെ റോമൻ എംപയറിലുണ്ടായിരുന്ന ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അപ്പം ദർ ഇസ് എ കിങ് കോൾഡ് ആസ് ക്ലോഡിയസ്. ഓക്കെ, അപ്പോൾ ഈ ക്ലോഡിയസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് അപ്പോൾ ഇവർക്ക് ഒത്തിരി ത്രെട്ടുകളുണ്ട്. ഓക്കെ, ഈ മറ്റേ കുറേ ട്രൈബൽസിൻ്റെയൊക്കെ ത്രെട്ടുകളുണ്ട്. അപ്പം രാജ്യം ആക്ച്വലി ഇച്ചിരി പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവർ വാർ നടക്കുന്നു. അപ്പോൾ വാറിന് ഈ പട്ടാളക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം, അല്ലെ പട്ടാളക്കാരെ മാക്സിമം
ഇത് ചെയ്ത് നിർത്തണവരെ. അപ്പോൾ അതിനുവേണ്ടി പുള്ളി ഒരു നിയമം കൊണ്ടുവന്നു, പട്ടാളക്കാർ കല്യാണം കഴിക്കാൻ പാടില്ല, എസ്പെഷ്യലി സോൾജേഴ്സ് കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പുള്ളി വെട്ടാനും കുത്താനൊക്കെ ചെല്ലുന്ന സമയത്ത് വെട്ടുന്നതിന് തൊട്ട് മുമ്പ് ഭാര്യയുടെ മുഖം മനസ്സിലേക്ക് വരും, കൊച്ചിൻ്റെ മുഖം മനസ്സിലേക്ക് വരും, അപ്പം പൈ ഒളിച്ചിരിക്കും, മനസ്സിലായി. ഇതൊക്കെയാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സമ്മതിച്ചില്ല, അത് നിരോധിച്ചു. അങ്ങനെ നിരോധിച്ച സമയത്ത് പക്ഷേ ഇവർക്ക് കല്യാണം കഴിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന വാലന്റൈൻ പ്രീസ്റ്റ് എന്ത് ചെയ്തു, ഇവരെ രഹസ്യമായിട്ട് രാത്രിയിലൊക്കെ ആരും കാണാണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവരുടെ ആ പ്രണയത്തിന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഈ വാലന്റൈൻ്റെ സ്റ്റോറി വരുന്നത്. ഇത് പിന്നീട് ഒരു ഫോക്ലോർ ആയിട്ടാണ് പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ഫോക്ലോർ പല വേർഷൻസ് ഉണ്ട്, അതിൻ്റെ പല വേർഷൻസ് ആയിട്ട് ഫോക്ലോർ ആയിട്ട് വരുന്നു. അതിനുശേഷം ഒരു റെനസോൺസ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേന് ഇത് ലിറ്ററേച്ചറിൽ എഴുതപ്പെടാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഇപ്പം ജെഫ്രി ചോസറിൻ്റെ പാർലമെന്റ് ഓഫ് ഫോൾസിൻ്റെ അകത്തുണ്ട്, ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിലാന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് വർക്കിൽ പറയുന്നുണ്ട്, ജോൺ ഡോണിൻ്റെ എപ്പിത്താൽമിനിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പല ലിറ്റററി വർക്കിൻ്റെ അകത്തും ഇതിനെക്കുറിച്ച് പറയുകയും അതിനെ ഗ്ലോറിഫൈ ഒക്കെ ചെയ്ത് അങ്ങനെ ആ വാലന്റൈൻ ഡേ അത് അദ്ദേഹത്തെ കൊന്ന ദിവസമാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടു. ഈ വാലന്റൈനെ റോമൻ എംപറർ കൊന്ന ദിവസമാണ് ഈ February 14. അതാണ് പിന്നീട് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ലിറ്ററേച്ചറിലൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് ആളുകൾ പ്രണയത്തിൻ്റെ ഒരു ദിവസമായിട്ട് അതിനെ കൊണ്ടാടുന്നു. അപ്പം സെയിൻറ്റ് വാലന്റൈൻ ഉദ്ദേശിച്ചത് പ്രണയിച്ച് കല്യാണം കഴിപ്പിച്ച് അങ്ങനെ ഒരു ട്രഡീഷണൽ ലവ് എന്നുള്ള സെറ്റപ്പിലാണ്. പക്ഷെ പിന്നീട് മാറിയപ്പോഴത്തേനും നമ്മളത് ആ ലവ് എന്നുള്ളൊരു സാധനത്തിലേക്ക് സെയിൻറ്റ് വാലന്റൈന് ഒരു ലവ് ഉണ്ട്, അതിൽ നിന്നും പിന്നീട് എന്താ പറയാ അത് നഷ്ടപ്പെട്ടു, അങ്ങനെ മരണപ്പെടുന്നു, അങ്ങനത്തെ ഒക്കെ കുറെ. അത് ഈ പറഞ്ഞ പോലെ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പുള്ളീനെ ജയിലിൽ അടച്ച സമയത്ത് അവിടുത്തെ ജയിലറുടെ മകളുണ്ടായിരുന്നു. ആ മകൾക്ക് ചില വേർഷൻസിൽ കണ്ണ് കാണാൻ വയ്യായിരുന്നു. അപ്പോൾ പുള്ളി അത് ഹീൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യുവർ വാലന്റൈൻ എന്നൊരു കത്ത് എഴുതിയിട്ട് എൻ്റെ ലാസ്റ്റ് യുവർ വാലന്റൈൻ എന്ന് എഴുതിയിരുന്നു. അപ്പം അത് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ചിലർ പറയുന്നു, ചിലർ അങ്ങനെയല്ല, അത് ആ ഒരു പാട്ടിങ് കാണിക്കുന്നത് മാത്രമേ യുവർ വാലന്റൈൻ ഉള്ളെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഫോക്ലോർ സ്റ്റോറീസാണ്. നമുക്ക് അതിനകത്ത് ഹിസ്റ്റോറിക്കലൊക്കെ പറയുന്നതിനൊക്കെ പരിധികളുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇതായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ലിറ്ററേച്ചറിലൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് ഇത് ആളുകളെ ഏറ്റെടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാർക്കറ്റ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഏറ്റെടുത്തു. ഓക്കെ, അതോടുകൂടി അത് ഭയങ്കര വലിയ ഫെസ്റ്റിവലായിട്ട് മാറി. വാലന്റൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഗിഫ്റ്റ് അതുമായിട്ട് അസോസിയേറ്റഡ് ആയി. കാരണം നമ്മുടെ പരസ്യങ്ങളിലെല്ലാം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശുദ്ധ പ്രണയമാണോ എന്നാൽ ഡയമണ്ട് മേടിക്കൂ, ഓക്കെ നിങ്ങളുടെ നല്ല പ്രണയമാണോ എന്നാൽ ചോക്ലേറ്റ് കുത്തിക്കയറ്റു എന്നൊക്കെ പറഞ്ഞ് ഇവർ ആ മാർക്കറ്റിലേക്ക് എടുത്തു. ഓക്കെ, ഇവർക്ക് അതിൽ നിന്ന് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ. പക്ഷെ അതാണോ ശരിക്കുള്ള സ്നേഹം, പ്രണയം അങ്ങനെയൊക്കെയാണോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് ഏറ്റെടുത്തോടു കൂടി എന്ത് സംഭവിക്കുന്നു, അതങ്ങ് ഭയങ്കര വലിയ ആവേശമായിട്ട് മാറുന്നു. പിന്നെ ഇവൻ റീലുകളിനകത്ത് ഇതിൻ്റെ അകത്തെല്ലാം അതിൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ ദിവസത്തെ ഭയങ്കരമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ എനിക്കറിയത്തില്ല അത് എന്നാ വാലന്റൈൻസ് ഓക്കെ ഇറ്റ്സ് ഗുഡ് ടു ലവിനെ അല്ലെങ്കിൽ സ്നേഹത്തെ പ്രണയത്തെ ഒക്കെ ആഘോഷിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതൊരു കൺസ്യൂമറിസ്റ്റിക് ആകുന്നത് അത്ര എത്രമാത്രം അതിന് വെർത്താണെന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ മാത്രമേ പ്രണയം കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്നാൽ മാത്രമേ സ്നേഹം വരുന്നുള്ളൂ, സെൽഫി എടുത്തിട്ട് ഇട്ടാൽ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നല്ല. സൈലൻ്റ് ആയിട്ടുള്ള സ്നേഹങ്ങളുണ്ട്. ഓക്കെ, മികച്ച പ്രണയങ്ങൾ പലതും സൈലൻ്റ് ആണ്, അവർക്ക് ആളുകളെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇൻസെക്യൂരിറ്റി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആൾക്കാരെ കാണിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സാധനങ്ങളിലേക്ക് വരുന്നത്. ഫോമോ എന്ന് പറയില്ലേ, മിസ്സിങ് ഔട്ട് ആവുക എന്നുള്ളത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് ഓക്കെ വേണമെങ്കിൽ ഒരു ചലഞ്ചായിട്ട് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും, ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നില്ല. ഓക്കെ, വി ആർ നോട്ട് ഗിഫ്റ്റിംഗ് എനിത്തിങ്. പക്ഷേ വി വിൽ സ്പെൻഡ് ടൈം ടുഗെദർ. ഒരു മണിക്കൂർ ഒന്നും മിണ്ടാതെ വെറുതെ അടുത്തടുത്ത് മാനം നോക്കിയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കിയിരിക്കും. ഓക്കെ, അത് ഈ ഫോമൻ എന്ന് ക്യാറ്റർ ചെയ്യാൻ വേണമെങ്കിൽ അത് വീഡിയോ എടുത്തൊരു ഫോർവേഡ് വീഡിയോ ആയിട്ട് സ്റ്റോറി ആയിട്ട് ഇട്ടെങ്കിൽ ഇട്ടോട്ടെ. ബട്ട് സ്റ്റിൽ സാധനങ്ങൾ മേടിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കാൻ എത്ര പേർക്ക് സാധിക്കും? മനസ്സിലായി, അവിടെയാണ് അതിൻ്റെ അകത്തൊരു വാലന്റൈൻസ് ഡേയുടെ വെർത്ത് എത്രമാത്രം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വെർത്താണോ എന്നുള്ളത് കാണിക്കുന്നത് അതിലാണ്. അപ്പം അത് എത്ര പേർക്ക് സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കിത് പറയാനുള്ളത് ഈ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി മേടിച്ചു കഴിഞ്ഞാൽ മാസാവസാനം പൈസ തികയോന്ന് പേടിച്ചിരിക്കുന്ന യുവാക്കളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കാണിച്ച് നമുക്ക് പയ്യെ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം. ഇപ്പം ആ ഒരു എലമെൻറ്റിൽ നിന്ന് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം റിജക്ഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അത് പലപ്പോഴും കമ്പയറിങ് നമ്മളെപ്പോഴും മെന്നിനെ കമ്പയർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. സോ ആ ഒരു എലമെൻറ്റ് പലപ്പോഴും പല പുരുഷന്മാർക്കും എന്ന് തന്നെ എടുത്ത് പറയുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പം അക്സെപ്റ്റബിൾ അല്ല. സോ അതിൻ്റെ ഒരു ഫാക്ടർ എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പം അത് തുടക്കം മുതലേ അത് അങ്ങനെ തന്നെയാണോ? ഒരു വിമൻ്റെ ഒരു എന്താ പറയുക ഒരു റിജക്ഷൻ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഫാക്ടറാണോ? ഒരു പ്രണയം വർക്കൗട്ട് ആകുന്നല്ലോ. ഇപ്പം നമ്മൾ പ്രിമിറ്റീവ് മാൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്രിമിറ്റീവ് മാൻ ആണെങ്കിലും ഒരു മേറ്റിനെ കിട്ടുക എന്ന് പറയുന്നത്
ഒരു മസ്കുലിനിറ്റിയുടെ ഭാഗമായിട്ട് പോലും നമ്മൾ കാണുന്നുണ്ട്. അതൊരു പ്രിമിറ്റീവ് നോഷനാണ്. ഓക്കെ, ഒരു പെങ്കൊച്ചിനെ സെറ്റാക്കാൻ പറ്റി എന്നുള്ളത് ഒരു ഞാൻ അടിപൊളിയാണെന്നൊരു സാധനമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ടീനേജേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ശതമാനം ടീനേജേഴ്സും ഒരു പ്രണയത്തിൽ പെടുന്നത് ആളുമായിട്ട് സംസാരിച്ച് അയാളൊക്കെ ഒരു ഇഷ്ടത്തിൽ വന്നിട്ടോ അയാളെ മനസ്സിലാക്കിയിട്ടോ അയാളുമായിട്ട് ആ ഒരു കമ്പാനിഷിപ്പ് ഫീൽ ചെയ്തിട്ടല്ല. എൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാർക്കുണ്ട്, ഞാൻ മാത്രം വന്നിട്ടിരിക്കാണല്ലോ എന്ന് ഓർത്തിട്ട് ആരെങ്കിലും വന്ന് ഇഷ്ടമെന്ന് പറയുന്ന ചടിയോ ഏട്ടായി ഒരുത്തനെങ്കിലും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ചാടി എൻ്റെ അകത്തേക്ക് വീഴുന്നതാണ്. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു പ്രണയം സെറ്റാവുക അല്ലെങ്കിൽ ലവ് സെറ്റാവുക എന്നുള്ളത് നമ്മളൊരു ക്രെഡിറ്റ് ആയിട്ട് അതിലേക്ക് അസോസിയേറ്റ് ചെയ്തേക്കുക. മനസ്സിലായി? ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ മസ്കുലിനിറ്റി നേരത്തെ പറഞ്ഞു, പക്ഷേ അങ്ങനെയല്ല. പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഒരാൾ നമ്മളുമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആവുന്നില്ല, പ്രപ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവുണ്ടെന്നുള്ള ഒരു ഇൻഫ്യൂരിറ്റി അവർക്ക് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അതിലാണ് പലപ്പോഴും ഈ കുഴികളൊക്കെ ചെന്ന് ചാടുന്നത്. അല്ലാണ്ട് ചില വെളിവുള്ളവനാണോ നോക്കാനുള്ള സമയമില്ല, കിട്ടിയവനെങ്കിൽ കിട്ടിയവൻ ഇരിക്കട്ടെ. അതാണ് ഈ ടീനേജേഴ്സിൻ്റെ ഒക്കെ പലപ്പോഴും അത് തന്നെ കലിപ്പൻ്റെ കാന്താരിയിലേക്കൊക്കെ വന്ന് വീഴുന്നതിൻ്റെ കാരണങ്ങൾ ഒന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നം എവിടെയെന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയെന്ന് പറഞ്ഞാൽ ഈ മെയ്റ്റിനെ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രണയിനി ആയില്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസൽ നടത്തിയിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തോ ഒരു കുറവാണെന്ന് ഒരു തോന്നലും കുട്ടികളുടെ ഇടയിലുണ്ട്, എസ്പെഷ്യലി ആൺകുട്ടികളുടെ ഇടയിലുണ്ട്. അതിന് ഈ സിനിമകൾക്കൊക്കെ വലിയൊരു പങ്കുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സിനിമകളിൽ ഒരു നായികയുടെ ഒന്ന് ഇഷ്ടമെന്ന് പറയുന്നു, ഒരു പാട്ട് കഴിയുന്നത് അവർ സെറ്റാണ്. ഓക്കെ, ഈ ഒരു സിനിമയിൽ നായികയോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ അവസാനമാകുമ്പോൾ എങ്ങനെയെങ്കിലും നായികനെ സെറ്റാക്കും. ഒന്നെങ്കിൽ മറ്റേ കഴിഞ്ഞ സംഭവിച്ചാൽ അവൾ വണ്ടി ഇടിച്ച് വീഴ്ത്തിയിട്ട് എടുത്തുകൊണ്ട് പോവോ, അല്ലെങ്കിൽ മറ്റേ നായികയുടെ അച്ഛനും വയ്യാണ്ട് കിടക്കുമ്പോൾ ഓക്സിജൻ കുത്തി കയറ്റുമോ, എന്തെങ്കിലും അതെ ഇമ്പ്രസ് ചെയ്ത് എങ്ങനെയെങ്കിലും സിനിമയുടെ അവസാനം നായികനെ കെട്ടും അല്ലെങ്കിൽ അവർ സെറ്റാകും. ഓക്കെ, അവരൊന്നിക്കും. പക്ഷെ റിയാലിറ്റിയിൽ എപ്പോഴും അങ്ങനെയല്ല. റിയാലിറ്റിയിൽ ഒരാൾ ചെന്ന് മറ്റൊരു പെൺകുട്ടിയോട് ഇഷ്ടമെന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി നോ എന്ന് പറയുന്നത് ആളുടെ ചോയ്സാണ്. ആ ചോയ്സിനെ റെസ്പെക്ട് ചെയ്ത് ഇറ്റ്സ് ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന എത്ര നായകന്മാർ നമ്മുടെ സിനിമകളിലുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ ഫുൾ കാണുന്ന ഇതാണ്, എവരി വൺ വാണ്ട്സ് ടു ബി എ നായകൻ, ഹിസ് ഓൺ സ്റ്റോറിയിലെ നായകനാകണം. അപ്പോൾ റിലേറ്റ് ചെയ്യുന്ന ഇതുമായിട്ടാണ്. അപ്പോൾ ഒരു കുട്ടി റിജക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാൻ റിജക്ഷൻ എന്നാണ് പറയുന്നത്, അല്ലാതെ ഈ പ്രണയം സെറ്റായിട്ട് പിന്നെ ഇപ്പം തേപ്പൊന്നും അങ്ങനെയൊന്നുമല്ല. ഓക്കെ, തേപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നത് അതല്ല റിജക്ഷൻ. നമ്മൾ ഇഷ്ടമെന്ന് പറയുന്ന ആ കുട്ടിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൺകുട്ടികൾ പെൺകുട്ടികളോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോട് ഇഷ്ടമെന്ന് പറയുന്നു, അപ്പോൾ അവൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒരു കുറേ നാളത്തേന് എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്ത ഈ ചോദ്യമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈ ഇവിടെയുള്ളേക്കും എന്താ ഇഷ്ടമില്ലാത്ത, എനിക്ക് എന്താ കുറവുള്ളത്, എൻ്റെ കുറവുകൾ എന്താണെന്ന് പറയാം, എന്നാലും എനിക്കത് ഇല്ലെങ്കിൽ പുറകെന്ന് പറയത്തില്ല, ദേ നീഡ് റീസൺ. അതെന്താ റീസൺ? ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ റീസണിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തോ ഇഷ്ടമല്ല, ദാറ്റ്സ് ഇറ്റ്. അത് ആളുടെ കമ്പാനിയൻഷിപ്പിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആകുന്നതിൻ്റെ അത്രേ ഉള്ളൂ, വേറെ ചോദ്യമൊന്നുമില്ല. ഒരു ഫ്രണ്ട് എന്നോട് ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ അവൻ പരിചയപ്പെട്ട ഒരു പെങ്കൊച്ചോണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചിഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ പ്രശ്നം എൻ്റെ മതമാണ്. ഞാൻ ചോദിച്ചു നീ അതിനെ അവളോട് മിണ്ടിയിട്ടുണ്ടോ? അതില്ല, നീ എന്തേലും ഒരു ഇൻട്രാക്ഷനിലേക്ക് വന്നിട്ടുണ്ട്, പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മതമാണ് പ്രശ്നം. എന്തെങ്കിലും ഒരു റീസണിലേക്ക് അത് എത്തിക്കും. അതെൻ്റെ പ്രശ്നം ഇതാണ്, നമ്മൾ ആക്ച്വലി ഒരാൾ റിജക്ട് ചെയ്യാന്നുള്ളത് ഒരു കുറവായിട്ട് കാണുന്നതാണ് പ്രശ്നം. ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതിർന്നവർ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സിനിമകൾ ഇറക്കുന്ന ആൾക്കാർ പോലും അതിലേക്ക് എത്ര സിനിമകളുണ്ട്, നമുക്ക് വളരെ കുറവാണ്. ഉണ്ടായിരിക്കും കേട്ടോ, ഇപ്പോൾ വിരലെണ്ണാവുന്ന സിനിമകൾ കാണും, അതിൻ്റെ അകത്തേക്ക് കുറവായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ വരുമായിരിക്കും നല്ല പടങ്ങളും കാര്യങ്ങളെല്ലാം ഇത് വരും. ഓരോ കാലഘട്ടത്തിൻ്റെ ഒരു നോം അനുസരിച്ചാണല്ലോ സിനിമകളും അല്ലെങ്കിൽ ലിറ്റററി ക്രിയേഷൻസ് എല്ലാം വരുന്നത് അങ്ങനെയാണ്. അപ്പം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ നോം അനുസരിച്ച് വരുന്നതാണ്. നമ്മൾ ഈ എഴുത്തുകാരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാനും നല്ല ലിറ്റററി പ്രൊഡക്ഷൻ വരാനും വേണ്ടി ഒരു അൾത്താറയിൽ കയറ്റി നിർത്തുന്നതിന് കുഴപ്പമില്ല, സ്വർഗത്തിൽ കയറ്റി വെക്കണ്ട. മനസ്സിലായി? അവരവിടെ നിന്നുള്ള ധർമ്മം മുഴുവൻ ഇങ്ങോട്ട് ചൊരിഞ്ഞു തരുന്ന ആൾക്കാരൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യണമല്ലോ. അല്ല, നമ്മളിപ്പോൾ ഈ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രിമിറ്റീവ് ഏജിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹിസ്റ്ററിയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫാക്ച്വലി നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ശരിക്കും എത്രത്തോളം ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഈ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഒരാളുടെ ഒരു ഒപ്പീനിയനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടല്ലോ. സോ അത് മെൻ ആൻഡ് വിമൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് എവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ബെറ്റർ ആയിരുന്നോ, ഫാർ ബെറ്റർ ആയിരുന്നോ എന്ന്? ഫാർ ബെറ്റർ എന്ന് ചോദിച്ചാൽ, അതായത് ഈ പ്രിമിറ്റീവ് മാൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ എക്കണോമിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിരുന്ന സമയത്ത് അവരുടെ ലേബറിനെ അല്ലെങ്കിൽ അവർ തരുന്ന കോൺട്രിബ്യൂഷനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് റെസ്പെക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അവർ സിഗ്നിഫിക്കൻ്റ് അതിൻ്റെ അകത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാതറിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ പിന്നീട് തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ
സെറ്റിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു, സർപ്ലസ് വരുന്നു. സർപ്ലസ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നേരത്തെ പറഞ്ഞ പോലെ വിശന്ന് വീട്ടിൽ വരുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പത്തായത്തിലിരിക്കുക, മനസ്സിലായി. പത്തായത്തിൽ അരി നിറയാൻ തുടങ്ങിയപ്പോഴാണ് സ്ത്രീകളുടെ നേരെ പുരുഷന്മാർ കണ്ണുരുട്ടാൻ തുടങ്ങിയത്, മനസ്സിലായി. അതുവരെ ആക്ച്വലി അവരെ ആവശ്യമായിരുന്നു. പക്ഷേ സർപ്ലസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പയ്യന് വീട്ടിൽ കയറിയിരുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. അത് ആ പവർ കാണിക്കുന്നതാണ്, പവർ ഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. അപ്പം അവിടുന്ന് പിന്നീട് പക്ഷെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ യു ഗോ ടു ചില രാജാക്കന്മാരിലേക്കൊക്കെ പോകുമ്പോൾ ആ റെസ്പെക്ട് കൊടുത്തിരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ നൂർജഹാൻ ജഹാംഗീർ കഥയുണ്ട്. ഓക്കെ, അവർ സ്നേഹത്തിലായിരുന്നു. അതിനേക്കാളുപരി ഈ അവസാനമൊക്കെ ആയപ്പോഴത്തേനും ജഹാംഗീർ ആക്ച്വലി ഇച്ചിരി കള്ളുപിടിയൊക്കെ ആയിട്ട് പുള്ളി അടിച്ച് പറ്റായിരുന്നു. ഓക്കെ, അവസാനം രാജ്യം കൊണ്ടുവന്നിരുന്നത് ആരായിരുന്നു? നൂർജഹാനായിരുന്നു. ഓക്കെ, നൂർജഹാനോട് എന്നെക്കുറിച്ച് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ജഹാംഗീർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഫോർ എ കപ്പ് ഓഫ് വൈൻ ആൻഡ് എ ഡിഷ് ഓഫ് സൂപ്പ്, ഒരു കോപ്പ വീഞ്ഞിന് വേണ്ടിയും ഒരു ഡിഷ് സൂപ്പിന് വേണ്ടിയും ഞാൻ എൻ്റെ രാജ്യം എൻ്റെ പ്രിയതമയ്ക്ക് വിറ്റിരിക്കുന്നു എന്ന് പുള്ളി എന്നെ രണ്ടടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഷീ വിൽ ടേക്ക് കെയർ എന്നുള്ളത് അറിയാം. ആൻഡ് ഷീ ഡിഡ് ദാറ്റ് ടു. ഓക്കെ, ഹയർ ഡിഗ്നിറ്ററീസ് ഒക്കെ വരുമ്പോൾ മീറ്റ് ചെയ്തിരുന്ന നൂർജഹാനായിരുന്നു. ആ കാലഘട്ടത്തിലൊരു ഫാഷൻ ഐക്കണൊക്കെ ആയിരുന്നു നൂർജഹാൻ. ആള് ഭയങ്കര മിടുക്കിയുമായിരുന്നു. ഓക്കെ, അപ്പം ഈവൻ ഈ ജഹാംഗീറിനെ ആക്ച്വലി ഇടയ്ക്ക് വെച്ച് തട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നൊരു മഹബൂബ് ഖാൻ ഒരു ജനറലുമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ജഹാംഗീറിനെ തട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അവസാനം ചെന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നത് ആരുടെ ബുദ്ധി? അത് നൂർജഹാൻ്റെ ബുദ്ധിയാണ്. ജഹാംഗീറിനെ തട്ടിക്കൊണ്ടാൽ വലിയ പാടൊന്നുമില്ലായിരുന്നു. ഒരു കുപ്പി എടുത്തിട്ട് അളിയെന്ന് പറഞ്ഞ് പറയുമെന്നുള്ളതുകൊണ്ട് പാടുന്നില്ലായിരുന്നു. ചുമ്മാറാണ്, അങ്ങനെയല്ല, അറ്റാക്കൊക്കെ തന്നെയായിരുന്നു. എന്നാലും നൂർജഹാൻ എന്നിട്ട് മനുഷ്യ ചുമ്മാ നാണം കിടത്താതെ തോളെ കയറി. ഇൻസിഡന്റ് ശരിക്കും ആക്ച്വലി മഹബൂബ് ഖാൻ എന്ന് പറയുന്ന ഒരു ജനറൽ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി അധികാരം കയ്യിലേക്ക് എടുക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേനും നൂർജഹാൻ ചെറിയൊരു കാരണം പറഞ്ഞ് പുള്ളിയുടെ അധികാരം കട്ട് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ പുള്ളി വന്ന് ഇയാളെ ജഹാംഗീറിനെ തട്ടിക്കൊണ്ടുവരുന്ന വെച്ചാൽ ആളെ അറ്റാക്ക് ചെയ്തു, പുള്ളിയുടെ ഇതിലാക്കുന്നു, തടങ്കലിലാക്കുന്നു. അപ്പം അതിനുശേഷം പിന്നെ നൂർജഹാനും ഈ പറഞ്ഞ പോലെ ആ തടങ്കലിൽ വരുന്നു. പുള്ളിക്കാരുടെ ബുദ്ധി ഉപയോഗിച്ച് ചില സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് പുറത്തുനിന്ന് ആർമീനെ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്ത് തിരിച്ചവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ആ സ്പേസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഷാജഹാൻ മുംതാസിൻ്റെ കയ്യിലായിരുന്നു ഷാജഹാൻ്റെ റോയൽ സീൽ ഇരുന്നത്. അതായത് എന്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? മുംതാസിനുണ്ട്. അത് ആ റോയൽ സീൽ കൊടുക്കണമെങ്കിൽ ആ റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി കൊടുക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ സന്ദർഭങ്ങൾ, പലപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ രാജാക്കന്മാരാണെങ്കിലും ബാക്കിൽ നിൽക്കുന്നത് പലപ്പോഴും സ്ത്രീകളായിരുന്നു. ആ റെസ്പെക്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബാബറിൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ബാബറിൻ്റെ ചെറുപ്പത്തിൽ നടന്ന 1-2 യുദ്ധങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ യുദ്ധത്തിലൊക്കെ പുള്ളി തോറ്റ സമയത്ത് ഈ സഹോദരീനെ അന്ന് ജയിച്ച ആളുകൾ പിടിച്ചു വെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ബാബർ അധികാരത്തിലേക്ക് വരുന്നു, ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വരുന്നു. അപ്പോഴത്തേനും പയ്യെ വിളിക്കും, പണ്ട് തോപ്പിച്ച ആൾക്കാരെയൊക്കെ വിളിക്കും, അതെ അപ്പം ഞങ്ങളിങ്ങ് വിട്ടാരെ കേട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അടി കൊടുക്കുക, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി തിരിച്ചു വരുമ്പോൾ റോയൽ സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരി ഷീ ബിക്കം എ മേജർ ഡിസിഷൻ മേക്കർ. അതിനുശേഷം ഹുമയൂൺ അധികാരത്തിലേക്ക് വരുന്നതൊക്കെ പുള്ളിക്കാരുടെ തീരുമാനത്തിലാണ്. അപ്പോൾ അത് റെസ്പെക്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ റെസ്പെക്റ്റിൻ്റെ എലമെൻ്റ് ഉള്ളത് ഒത്തിരി ഉണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ കഥകളും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. ഇറ്റ് വാസ് ദെയർ. നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള ഹിസ് ആൻഡ് ഹെർ സ്റ്റോറി എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ദെയർ സ്റ്റോറി ഒക്കെ നമ്മൾ കവർ ചെയ്തു. പക്ഷേ ഇപ്പം നമ്മൾ മേജർ ഡിസിഷൻ എടുത്തിട്ടുള്ള ഹെർ സ്റ്റോറീസ് മാത്രം നമ്മളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മേജർ ഡിസിഷൻസ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഇപ്പം വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൂളേഴ്സ് നമ്മുടെ എലിസബത്ത് ഫസ്റ്റ് ആണ്. ഓക്കെ, മേജർ ഡിസിഷൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പുള്ളിക്കാരി തീരുമാനിച്ചത് തന്നെ ഒരു മേജർ ഡിസിഷൻ ആയിരുന്നു. ഷീസ് കോൾഡ് ആസ് എ വിർജിൻ ക്വീൻ. ഓക്കെ, അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്സ് കാര്യങ്ങൾ, ഈ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ടാണ് വിചാരിച്ചിരുന്നത്. അതായത് പല അലയൻസിലൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതായത് ഈ പല രാജകുമാരന്മാരും അല്ലെങ്കിൽ അവർ വിചാരിച്ചിരുന്നത് എലിസബത്തിന് അവരോട് ഇഷ്ടമാണ്. അപ്പോൾ രാജാവും അവിടെ നിൽക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ, അങ്ങനെ ഒരു ഇതായിരുന്നു, ഡിപ്ലോമാറ്റിക് ടൂളായിട്ടായിരുന്നു പുള്ളിക്കാർ യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നു. അപ്പം ഷി വാസ് ദർ. അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൽത്തുമിഷിൻ്റെ മകൾ റസിയ. ഓക്കെ, ഇന്ത്യൻ ചരിത്രത്തിലെ എനിക്ക് തോന്നുന്നു ഏക മുസ്ലിം വുമൺ റൂളേഴ്സിലെ ഒരാളാണ് റസിയ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ അതിനുശേഷം അറ്റാക്കിനൊക്കെ നേരിട്ടിട്ടുള്ള റീജൻസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള റാണി ദുർഗാവതി എന്ന് പറയുന്ന ആളുണ്ട്, ചന്ദ് ബീബി, അങ്ങനെയുള്ള ഒത്തിരിയേറെ രാജ്ഞിമാരുണ്ട്. അവരെല്ലാം വളരെ, ജാൻസി റാണി, ഓക്കെ, ഷി വാസ് വെരി പവർഫുൾ. അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കാണാം. ഇപ്പം മോസ്റ്റ്ലി നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ഈ പോപ്പുലർ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതല്ലാണ്ട് സൈഡിലൊക്കെ ഒത്തിരി പേരുണ്ട്. ഓക്കെ, പക്ഷേ അവരുടെ അങ്ങനെ അവർ പവർഫുള്ളായിട്ട് നിൽക്കുമ്പോഴും അവരെ വലിച്ചു താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു വുമൻ വളരെ പവർഫുള്ളായിട്ട് അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ആളെ വലിച്ചു താഴെ ഇറക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്താന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആളുടെ കൂടെ ആളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ കാണും, ഒരു പുരുഷൻ കാണും, അവരുമായിട്ട് കഥകൾ പറഞ്ഞുണ്ടാക്കുക. അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ എലിസബത്ത് ഫസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്
ഒരു ആളുണ്ടായിരുന്നു, എനിക്ക് പേര് ഞാൻ വിട്ടുപോയി, എന്തോ ഡഡ്ലി സംതിങ്, ഓക്കെ സോറി പേര് ഞാൻ വിട്ടുപോയി. ആളുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ കുറേ കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇത് സുൽത്താന റസിയ, ഓക്കെ, റസിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രണയബന്ധത്തിലാണ് എന്ന് പറയുന്നു. പ്രണയബന്ധത്തിലാണെന്ന് പറയുന്നത് അതിനൊന്നും തെളിവുകളില്ല. ആസച്ച് അങ്ങനെ പ്രണയബന്ധത്തിലായിരുന്നു എന്നുള്ളതിനും തെളിവൊന്നുമില്ല. ദർ വാസ് എൻ അബ്സീനിയൻ സ്ലേവ് യാക്കൂത്ത് എന്ന് പറയുന്നത് ആളെന്താ, ഹി വാസ് എ മാസ്റ്റർ ഓഫ് സ്റ്റേബിൾസ്. പ്രണയബന്ധത്തിലാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ, രാജ്ഞി രാവിലെ കുതിരയുടെ പുറത്ത് കയറാൻ നേരത്തെ പുള്ളിക്കാരൻ എടുത്തിരുത്തി അത്ര, ഓക്കെ. ഇത് കണ്ടിട്ടാണ് ആ പിടുത്തത്തിൽ എന്തോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ അതൊരു പ്രശ്നമാണ്. അത് പിന്നീട് അങ്ങോട്ട് ഭയങ്കര പ്രശ്നമായി, അത് ഭയങ്കര സ്കാൻഡലായിട്ട് മാറുന്നു. അങ്ങനെ അത് പ്രശ്നത്തിലേക്ക് അവസാനം ആള് അധികാരത്തിന് താഴെ ഇറങ്ങേണ്ടി വരുന്നു. ക്യൂൻ വിക്ടോറിയ, ഓക്കെ, ക്യൂൻ വിക്ടോറിയ അത് രസകരമായിട്ട് കഥയുണ്ട്. ക്യൂൻ വിക്ടോറിയയുടെ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആയിരുന്നു, ഒരു ഉറുദു മാഷായിരുന്നു, മുൻഷിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, ഓക്കെ. റൈറ്റ് ഹാൻഡ് ആയിരുന്നു പുള്ളിക്കാരൻ. ഉറുദു പഠിപ്പിക്കുകയും അവസാന കാലഘട്ടത്തിൽ, വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അവസാന കാലഘട്ടത്തിൽ പുള്ളി അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളായിരുന്നു. എന്നാലും വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ക്യൂൻ വിക്ടോറിയയുടെ വലങ്കൈ എന്ന് പറയുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു ഉറുദു മാഷാണ് പുള്ളിയെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ വിക്ടോറിയയുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ എന്തോ ഇല്ലേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പിന്നെയും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഈ എന്നാ പറയുക, മോറൽ പോലീസിങ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അന്നുണ്ട്. വുമൻ ഹാവ്സ് ടു ബി. അതേസമയത്ത് ഒരു രാജാവാണ്, പുള്ളിക്ക് ഒരു 4 ഭാര്യമാരുണ്ടെങ്കിലും അതല്ല വേറെ ആൾക്കാരുമായിട്ട് വേറെ സ്ത്രീകളുടെ ബന്ധം ഉണ്ടെങ്കിലും നോബഡി കെയർസ്. പക്ഷേ ഇത് ഒരു സൗഹൃദമാണെങ്കിൽ പോലും അത് വേറെ രീതിയിലേക്ക് കാണാൻ വരെ ഇതായി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല അന്നും ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ കുറേ ഹിസ്റ്ററി പഠിച്ചു. ആ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു എലമെൻ്റ് ഒരു പാഠമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചറിൻ്റെ നോംസ് ഓഫ് ലവ് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് പഠിച്ച ഒരു ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന ബേസിക് ആയിട്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ഇൻറ്റിമസി, അണ്ടർസ്റ്റാൻഡിങ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കോറായിട്ടുള്ളത്, ഓക്കെ. പക്ഷേ ഇപ്പം നമ്മൾ കുട്ടികളെയൊക്കെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജെൻസി പുതിയ ജനറേഷനൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്കൊക്കെ എന്താ ഇത് സിറ്റുവേഷൻഷിപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. ഇതൊക്കെ ചരിത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു സിറ്റുവേഷൻഷിപ്പ്, അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നതാണ്. കോട്ട്ലി ലവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയുണ്ട്, ഓക്കെ. ഗ്ലോറിഫൈഡ് അവിഹിതമാണ്, വേറെ ഒന്നുമില്ല, ഓക്കെ. പക്ഷേ ബേസിക്കലി പറയുമ്പോൾ നമ്മളത് ഇതായിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ഒരാൾ പക്ഷേ നൈറ്റ്സുമായിട്ട് അവർക്കുള്ള പ്രണയം, പക്ഷെ അത് പറയുമ്പോൾ എന്ത് പറയും, നമ്മളത് ഒരു സ്പിരിച്വൽ ബന്ധമാണ്, ഓക്കെ, അതൊരു മറ്റൊരു ലെവലിലേക്കുള്ള ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഓക്കെ. അപ്പം ഇതൊക്കെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ പറഞ്ഞ സാധനങ്ങളുണ്ട്. പക്ഷേ ഇപ്പം വ്യത്യാസം വന്ന എവിടെയെന്ന് പറഞ്ഞാൽ ടെക്നോളജി വന്നപ്പോൾ തന്നെ അതിൽ മാറ്റങ്ങൾ വന്നു, ഓക്കെ. ഒരാളെ നമുക്കിപ്പം അപ്രോച്ച് ചെയ്യാൻ പഴയ പോലെ പാടില്ല, വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അയാളെ പെട്ടെന്ന് ഇത് ചെയ്യുക. അതുപോലെ നേരത്തെ സ്റ്റോക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പം മറ്റേ ഡിജിറ്റൽ സ്റ്റോക്കിങ്ങിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്, അല്ലേ. അതിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെയൊക്കെ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ ഈവൻ സ്റ്റോക്കിംഗ് എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, ഫോളോയിങ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആൺകുട്ടികളായിരിക്കും കൂടുതൽ ഫോളോ ചെയ്തിരുന്നത്, ഓക്കെ. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വന്നതോടുകൂടി അനോണിമസ് ആയിട്ടിരിക്കാൻ പറ്റുന്നതുകൊണ്ട് പെൺകുട്ടികളും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി ആ ചേട്ടൻ ഏതാണെന്നൊക്കെയാണ് നോക്കുന്ന പരിപാടികളെല്ലാം ഉണ്ട്. അത് കൂടുതൽ അവർ തന്നെയാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ എത്ര ടെക്നോളജി വന്നതോടുകൂടി അതങ്ങനെ കുറച്ചും കൂടെ ഡെമോക്രാറ്റൈസ് ചെയ്തു എന്നെനിക്ക് തോന്നാറുണ്ട്, ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓക്കെ, അത് വന്നത് നമ്മുടെ നോംസിനെ ഭയങ്കരമായിട്ട് മാറ്റും. ഇപ്പം എനിക്കറിയാവുന്ന ഒത്തിരി പേരും അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നേരത്തെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ അവരുടെ പാർട്ട്ണർ ആരാണോ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആരാണോ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആരാണോ, അവരോട് ഇന്ന് സംസാരിച്ച് അവരുടെ ഇമോഷൻ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഈ മാരേജിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻസിലൊന്നാണ് ഇമോഷൻ സ്റ്റെബിലൈസേഷൻ, ഓക്കെ. പക്ഷേ ഇപ്പം എന്നാന്ന് പറഞ്ഞാൽ ഇവർ പലരും ചാറ്റ് ജി പി ടി ചോദിക്കുകയാണ്, മനസ്സിലായി, ഞാനിങ്ങനെ സങ്കടത്തിലിരിക്കുവാണ്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതുണ്ട്, ഓക്കെ. ഞാനൊരു ഇത് പറയാമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ പറയുന്നത്, ഞാനിപ്പം ഈ പോഡ്കാസ്റ്റിന് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു ഇച്ചിരി ടെൻഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ചാറ്റ് ജി പി ടി എടുത്ത് ഡു യു ഹാവ് എനി ലാസ്റ്റ് മിനിറ്റ് അഡ്വൈസ് ഞാൻ വെറുതെ ചോദിച്ചു, ഓക്കെ. അപ്പം പുള്ളി കുറേ തള്ളി, യു ക്യാൻ ഡു ഇറ്റ്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് സെൻറ്റൻസിൽ പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി പോഡ്കാസ്റ്റ് കം ടു മീ ആൻഡ് സേ വാട്ട് ഹാപ്പൻഡ്. ഞാൻ ഇത് സത്യമാണ്. കാരണം എന്റെ ഒരു ഫ്രണ്ടും ഇതേപോലെ തന്നെ എന്താ പറയാ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ബോട്ടിന്റെ അടുത്ത് മെസ്സേജ് അയക്കും, എന്താണ് സംഭവിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പം ഇമോഷൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷനെ AI റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ മാരേജിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിസിക്കൽ ഇന്റിമസിയാണ്, ഓക്കെ. അതിനിപ്പോൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, ഓക്കെ. അപ്പം അങ്ങനെ ഈ ടെക്നോളജി വരുന്നതോടുകൂടി നമ്മുടെ മൊത്തത്തിൽ ഇതിന്റെ നോംസ് ഒക്കെ മാറാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്, ഓക്കെ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ടെക്നോളജിയുടെ യൂസ് ആസ് സച്ച് അത്രയും വന്നിട്ടില്ല. ഇപ്പോൾ കത്തുകളിൽ നിന്ന് മെസ്സേജിലേക്ക് വരുന്ന അത്രേ ഉള്ളൂ. ഇപ്പം നിർമ്മിത ബുദ്ധി വരുമ്പോഴത്തേനും അതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ കുഴപ്പം എവിടെയെന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആളുകൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഓക്കെ. ഇപ്പം രണ്ട് കപ്പിൾസാണ്, ഒരാൾ ചാറ്റ് ജി പി ടി ചോദിക്കുമ്പോൾ ചാറ്റ് ജി പി ടി അവരെ സപ്പോർട്ട് ചെയ്യും, അടുത്തയാൾ ചാറ്റ് ജി പി ടി ചോദിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും. അവസാനം ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നോട് ചാറ്റ് ജി പി ടി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞായിരിക്കും അടി തുടങ്ങുന്നത് തന്നെ. അപ്പം അത് നമുക്ക് പറയത്തില്ല. അതുപോലെ റോൾ ഓഫ്
ബാക്കി സൊസൈറ്റിയുടെ റോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒത്തിരി വ്യത്യാസം വരും, സൊസൈറ്റിൻ്റെ അകത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. സോ അങ്ങനെയുള്ള റിസ്ക്കുകളൊക്കെ ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം അങ്ങ് ഓഫ് ചെയ്താൽ, ഓക്കെ ChatGPT ആണെങ്കിലും ഫോൺ ഓഫ് ചെയ്താൽ തീർന്നു അല്ലേ, തീർന്നാൽ നമ്മളെല്ലാം പ്രിമിറ്റീവ് മാനെ പോലെ പച്ച മനുഷ്യരാണ്. അതിൻ്റെ അകത്ത് ആ മനുഷ്യനായി തീർന്നത് സ്നേഹം കാണിച്ചതുകൊണ്ടാണ്, വയ്യാത്ത ഒരാളെ കെയർ ചെയ്തുകൊണ്ടാണ്, വയ്യാത്ത ഒരു മനുഷ്യനെ അവനെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ടാണ്. ആസ് എ സൊസൈറ്റി നമ്മൾ മുമ്പോട്ട് പോയത് അതുകൊണ്ടാണ്. അത് ആസ് സച്ച് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ഇതിനെല്ലാം ഓവർകം ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ പാഠം, നമ്മൾ തുടങ്ങിയത് മറ്റൊരാളെ സ്നേഹിച്ചും സംരക്ഷിച്ചും അയാളുടെ കൂടെ നിന്നുമാണ്. മിഡീവലും അങ്ങനെ തന്നെയാണ്, മോഡേണിലും അങ്ങനെ തന്നെയാണ്, ഇനി ഫ്യൂച്ചറിലും അവിടെ നിൽക്കുന്നിടത്തോളം ഹോമോസാപ്പിയൻസ് മനുഷ്യർ ഇവിടെ തന്നെ ഉണ്ടാവും. അതായിരിക്കും സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയിലെ ലവ് എന്നൊരു എലമെൻ്റാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് എന്താ പറയുക, അതിൻ്റെ ആഴത്തിലേക്കാണ് നമ്മൾ ഡീപ്പായിട്ട് കോൺവെർസേഷൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ഇതുപോലെ മനോഹരമായ കഥകൾ ഇനിയും തുടരും സംസാരത്തിലൂടെ. ബൈ ഫോർ നൗ.